ഹായ് ഒരുപാട് അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇത് വിറകടുപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫ് നെയ്യും എല്ലും ചേർന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിടി ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് കീറിയത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്, നമ്മൾ അരിഞ്ഞെടുക്കുക ചതച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി വെള്ളം നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ ഒരു മൺചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു സ്റ്റാറിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ വഴനയില, ഇനി വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് മതി. അപ്പോൾ 2 ഗ്രാമ്പു, 2 ഏലക്കായ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിരവിയ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതായിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ, കൂടുതൽ പോകരുത്, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന ബീഫായിരുന്നതുകൊണ്ട് തന്നെ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് കുക്കായി കിട്ടിയത്. അപ്പോൾ ഓരോ ബീഫിനനുസരിച്ചായിരിക്കും വിസിലിൻ്റെയൊക്കെ കണക്ക്. അപ്പോൾ അത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങളെ കുക്കറിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലതായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ അരപ്പൊക്കെ ആ ഒരു ബീഫിലേക്ക് പിടിച്ച് ആ ഒരു ബീഫിലുള്ള ഗ്രേവി നല്ലതായിട്ട് തിക്കായിട്ട് വരണം. നല്ലതായിട്ട് കളറൊക്കെ മാറി അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അത് നല്ലതായിട്ട് കുക്കായി അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ബീഫിനകത്ത് പിടിച്ച് നല്ലതായിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേവി എന്ന് പറയുന്നത് നല്ല തിക്ക് ഗ്രേവി തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ തിക്കാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. കുറച്ച് സമയം നമ്മളിതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറും കേട്ടോ, ഒന്നും കൂടെ ഒരു ഡാർക്ക് കളറിലേക്ക് മാറും. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറിയാണ്. തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറ്, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.